ഹലോ ഗൈസ്, ഇന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജേണൽ ബുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ജേണൽ ബുക്ക്. ഞാൻ 2023 വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബുക്കാണ് കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. എന്തായാലും എൻ്റെ ജേണൽസൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജേണലിങ് കേട്ടോ. ഡേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും 2023 ചെയ്തൊരു ജേണലിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു ബുക്ക് ഇത് ഫസ്റ്റ് ജേണലിംഗ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ മുന്നേ വേറൊരു ബുക്കിൽ കുറേ ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേജസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രീൻ കളറിലായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ റെഡാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ മൊത്തം ഒരു റോസുമായി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കണ്ണ ജേണൽ അന്ന് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന സംഭവമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു വിൻറ്റേജ് ജേണലിംഗ് ആണ്. അന്ന് എനിക്ക് ജേണൽ ചെയ്യുമ്പോൾ എല്ലാ പേജിലും ഓരോ പെൺകുട്ടികൾ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിലും ഇതേപോലെ ഓരോ ഗേൾസിനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പിങ്ക് തീമി വരുന്ന ജേണലിംഗ് ആണ്. അന്ന് ഞാൻ മൊത്തം ഓരോ കളർ തീം വെച്ചിട്ടായിരുന്നു കേട്ടോ ജേണലിംഗ് ഒക്കെ ചെയ്തിരുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാനായിരുന്നു ഇഷ്ടം. ഇപ്പോഴൊക്കെ പിന്നെ അങ്ങനെയൊന്നുമില്ല, കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂടി ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ ജേണലിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജേണലിംഗ് ആണ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത് നല്ല ഭംഗിയിൽ ഇത് കാണാനായിട്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഒരു പർപ്പിൾ ജേണലാണ്. ഇത് ഞാൻ ശരിക്കും വേണോ വേണ്ടേന്ന് വെച്ചിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ. ഈ ഒരു ജേണലായിരുന്നു ഞാൻ 2023 അവസാനമായി ചെയ്തത്. പിന്നെ ഞാൻ ഈ ഒരു ഡയറി തുറക്കുന്നത് 2024 ഡിസംബറിലായിരുന്നു കേട്ടോ. അതായത് ഒരു വർഷത്തിന് ശേഷം. അത്രയും കാലം ജേണലിംഗ് ഒന്നും ചെയ്യാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആക്ച്വലി എനിക്കും അറിയില്ല. വേറൊന്നുമല്ല, മടി കൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ജേണലിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര ത്വരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓരോ ദിവസം ഓരോന്നൊക്കെ ഇരുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാണുന്ന സ്പ്രെഡ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ മറ്റേ നിനു ഷാജിയുടെ നോക്കിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് 2025 കേട്ടോ. ഇതിൽ കാണുന്ന ഈ സ്മൈലും പിന്നെ ബാക്കിൽ ഒട്ടിച്ച ആ വൈറ്റ് കളർ സംഭവമൊക്കെ ഞാൻ കല്യാണക്കത്തിന്ന് വെട്ടിയിട്ടതായിരുന്നു. ഇതിൽ കാണുന്ന ആ തൂവലും പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ ഈ കല്യാണക്കത്തിന്ന് എടുത്ത സംഭവങ്ങളാണ് കേട്ടോ. ഡേറ്റും ആ ഒരു ലൊക്കേഷനും എന്തിനാ സൈഡിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പർ പോലത്തെ സംഭവമൊക്കെ ഇല്ലേ, ഒക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തതായിരുന്നു. നെക്സ്റ്റ് വൺ ഒരു ക്യൂട്ടായിട്ടുള്ള ജേണലിംഗ് ആണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു സ്ട്രോബെറി തീമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞാൻ കാണിക്കുന്ന ജേണലിംഗ് എനിക്ക് ഒരു ഗിവ് അവേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നിനു ഷാജിയുടെ നിന്ന്. അന്ന് ഞാൻ ചെയ്ത ജേണലിംഗ് ആയിരുന്നു. അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് 97 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് 2770 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലൊക്കെ കാണുന്ന ഈ ഒരു കോഡ്സൊക്കെ ഞാൻ മിക്കപ്പോഴും പിൻട്രസ്റ്റിൽ നിന്ന് നോക്കി എഴുതാണ് ചെയ്യാറുള്ളത്. അതേപോലെ പണ്ടൊക്കെ എൻ്റെ ജേണലിങ്ങിൽ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു കോട്ടായിരിക്കും ലൈഫ് ഈസ് എ ജേണി, പോസിറ്റീവ് വൈബ്സ് ഓൺലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന ബ്ലൂ ജേണലോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാർട്ട് 2 ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.